ഒരു പാട്ടേ ഇങ്ങനെ കുറേ വർഷമായി അറബിക്കടലിന്റെ തീരത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. പാത്ത് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി അഭിനേതാക്കളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ദി ഷോ. സോങ്ങിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ആ പാട്ടിന്റെ പിന്നാലെ ഉള്ള ഒരു ട്രാവലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കുറച്ച് ഫോറിൻ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ കിസ് ഒന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല, നോർമലാണ്. എങ്ങനെയുണ്ടായിരുന്നു നായകനും നായികയും? നല്ല കെമിസ്ട്രി ആണ്. ഞങ്ങൾ മുന്നേ അറിയാം, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഗൗതമിക്ക് ഫിലിം ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹാർഡ് വർക്കാണ് ആക്ച്വലി സ്മാർട്ട് വർക്കാണ് ഫിലിമിൽ വേണ്ടത്? കുറെയൊക്കെ ടൈമിന്റെ ആണ്, കറക്റ്റ് ടൈമിൽ സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. ഇതേപോലെ നല്ല പടങ്ങൾ എത്രയോ വന്ന് പോകുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ നമുക്ക് വേണ്ട അപ്രീസിയേഷനോ ഇത് കിട്ടാറില്ല പലതും. ഇത് OTT റിലീസാണ്. ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും അവൈലബിൾ ആയിരിക്കും. മോക്യുമെന്ററി എന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടി തീർച്ചയായും ഈ പടം എല്ലാവരും കാണാം. ആശംസ. ഹായ്, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഇറ്റ്സ് മീ നിമിഷ. പാത്ത് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി അഭിനേതാക്കളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ ഗൗതമി, ആഷിഖ് അബൂബക്കർ, ജോമോൻ, ബെന്നി ജോൺ. എന്തൊക്കെയാണ്? സുഖമായിരിക്കുന്നു. നമ്മൾ പാത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ് പാത്ത്? പാത്ത് എന്ന് പറഞ്ഞാൽ ഐദർ നമുക്ക് പാത്ത് അല്ലെ, ഒരു വേ എന്ന് പറയാം, അല്ലെങ്കിൽ പാട്ട്. അപ്പൊ മൂവി പറയുന്നത് തന്നെ ഒരു സോങ്ങിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. അപ്പൊ ഇതിനെ പാട്ടെന്ന് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഐദർ പാത്ത്, അതായത് അത് ലിങ്ക് ചെയ്ത് ആ പാട്ട് വന്ന വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതെന്താണ്? പാട്ടാണോ പാത്താണോ? പറയൂ ആശി. അല്ല, ഇത് രണ്ടും കൂടിയുള്ള അങ്ങനെ തന്നെ മീൻ ചെയ്തിട്ട് ഇട്ടിട്ടുള്ള. പിന്നെ ഇതൊരു പാത്തൊരു മോക്യുമെന്ററി ജോണറിലുള്ള സിനിമയാണ്. ആ പാട്ടിന്റെ പിന്നാലെ ഉള്ള ഒരു ട്രാവലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ല, മോക്യുമെന്ററി അങ്ങനെ ഒരു ജോണർ ഉണ്ട്. ഡോക്യുമെന്ററിനെ പോലെ അതിനെ കളിയാക്കുന്ന രീതിയിലുള്ള. റിയൽ ആയിരിക്കില്ല, പക്ഷെ ഡോക്യുമെന്ററി എടുക്കുന്ന അതായത് ഡോക്യുമെന്ററി നമ്മള് പിന്നെ ഫിക്ഷണൽ ഡോക്യുമെന്ററി ആണ് ഡോക്യുമെന്ററി. ഡോക്യുമെന്ററിനെ കളിയാക്കി അല്ല, അത് ആ ജോണർ എങ്ങനെയാണ്? പക്ഷെ അധികം കേട്ടിട്ടില്ല, അത്ര ഫെമിലിയർ അല്ലല്ലോ മോക്യുമെന്ററി എന്നുള്ളത്. മോക്യുമെന്ററി മറ്റേ ഈ ബൊറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അല്ലേ? ഓഫീസ് ഫേമസ്. ഇത് നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് വർക്ക് ആണോ? അല്ല, ജോമോൻ ഓൾറെഡി കിങ് ഓഫ് കൊത്ത, പിന്നെ കാപ്പ, അതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് നല്ലൊരു പരിപാടിയായിരുന്നു ചെയ്തത്. ഞാൻ ട്രെയിലർ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു നായകനും നായികയും? നല്ല കെമിസ്ട്രി ആണ്. ഞങ്ങൾ മുന്നേ അറിയാം, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഗൗതമിന്റെ ഫിലിമിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. ഞാൻ ഇതിൽ ചെയ്തേക്കുന്ന അനുപമ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ ഇതൊരു മോക്യുമെന്ററി പടമാണ്. അപ്പോൾ ഈ പടം വേറെ രീതിയിൽ പറഞ്ഞാൽ ഡയറക്ടറായിട്ട് പോകുന്ന, ഈ പടം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ, പടത്തിലെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഉണ്ണിയുടെ ഗേൾഫ്രണ്ടാണ്. ഉണ്ണിയാണ് ഈ പാട്ട് ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞാലോട്ട് പോകുന്നു. ഉണ്ണി ക്യാരക്ടറിന്റെ പേര് ആശിക്കിന്റെ. ഗൗതമിയുടെ ക്യാരക്ടറിന്റെ അനുപമ. അപ്പൊ ആക്ച്വലി ഉണ്ണിയും ഗൗതമി ലിവിങ് ടുഗദർ. അതെ. അപ്പൊ നിങ്ങൾ ഇതില് ഏതോ ഒരു സോങ്, അത് ആ സോങ്ങിൽ നിന്ന് തുടങ്ങും, എങ്ങനെയാ വരുന്നത്? അല്ല, അത് എന്റെ ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ പോലെ ഉണ്ണി എന്നാണ്, എഡിറ്ററാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു വർക്കിൽ നിന്നാണ് ഈ പാട്ട് കിട്ടുന്നത്. അപ്പോൾ ആ പാട്ടിന്റെ ഇത് പാട്ടിൽ അതിനൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് എൻ്റെ ഗേൾഫ്രണ്ടിന് കാണിച്ചു കൊടുക്കുന്നു, അതിന്റെ പിന്നാലെ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ, അതായത് കമന്റ് കണ്ടിട്ട് ഓരോ കമന്റ് ചെയ്ത ആൾക്കാരുടെ ചേസ് ചെയ്തിട്ട് അവരോട് ആ സോങ്ങിനെ പറ്റി ചോദിക്കുകയാണ്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ അങ്ങനെ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ എന്തെങ്കിലും? ഇവര് സെറ്റായി തുടങ്ങുന്നല്ലോ, നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഇൻഫ്ലുവൻസേഴ്സ് ഒന്നുമില്ല. ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഫേസ്ബുക്കിൽ ഇടുന്ന അത് റീച്ച് ആവുന്നതാണ്.
ഓക്കെ അൺഫോർച്ചുനേറ്റ്ലി അത് റീച്ച് ആയിട്ട് ആൾക്കാരിലോട്ട് ഇവര് ഭയങ്കര പ്ലാൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് മുൻ പ്ലാനുള്ള ആൾക്കാരാണ്. നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ അങ്ങനെ അതിൽ എത്തുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ അത് വഴിക്ക് വരുന്ന ഒരു കഥാപാത്രം. ഓക്കെ അതിലൊരു കഥാപാത്രം. അതെ അതെ. അപ്പൊ ബാക്കി എത്ര സ്റ്റോറീസ് ഉണ്ട് ഇതില്? ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസ് പറയാനുണ്ടായിരിക്കും അല്ലേ? ഒരു സോങ്ങിനെ പറ്റിയിട്ട് അങ്ങനെ എത്ര സ്റ്റോറീസ് ആണ് ഇത് പറയുന്നത്? മൊത്തം 7 പേരാണ്. അതിലും ഒരു ആളാണ് ഓക്കെ ഇതിൽ പൊളിറ്റിക്സ് കൂടെ പറയുന്നുണ്ട് അല്ലേ? പൊളിറ്റിക്സിൽ ഒരു പർട്ടിക്കുലർ പാർട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ എങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാവരെയും ട്രോളുന്ന രീതിയിലാണ്? ഇതിലൊരു ആനയെ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ ഫൈനലി. ഓക്കെ അതില് എന്തെങ്കിലും എന്താണ് അത്? പിന്നെ ഇതില് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് മുരളിയാണ്. മുരളി ആക്ച്വലി ഒരു പട്ടിയാണ് ഗൈസ്. അപ്പം മുരളി ഇന്ന് കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു. എന്ത് പറ്റി മുരളി എന്താ വരാതില്ല? മുരളി തിരക്കാണ്. പിന്നെ അതുമല്ല വേറെ മുരളിക്ക് ഇതിനകത്ത് ത്രൂ ഔട്ട് സ്ക്രീൻ ടൈം ഉണ്ട്. എനിക്ക് 3 മിനിറ്റ്. അല്ല മുരളി സംസാരിക്കുമോ? നമ്മുടെ ഈ റിംഗ് മാസ്റ്ററിലൊക്കെ സംസാരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ അതന്നെ. അപ്പം മുരളിയുടെ ഉടനീളമുള്ള കഥാപാത്രം എന്ന് പറയുമ്പോൾ ചുമ്മാ മുരളിയുടെ റിയാക്ഷൻസ് ഒരുപാട് ഇതിനകത്തുണ്ട്. അല്ല ഞങ്ങളെ കൂടെ ഉള്ള ആളാണ്. എന്റെ ഡോഗാണ് മുരളി. അപ്പൊ നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ്. ട്രെയിൻഡ് ഡോഗാണോ സാധാ പട്ടി? ഇല്ല അത് ഡയറക്ടറിന്റെ ഡോഗാണ്. ഞാൻ ഡോഗാണ്. ഞാനേ കുറച്ച് ഒരു സെഗ്മെന്റിലോട്ട് പോട്ടെ. ഓക്കെ നമ്മൾ കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ് വളരെ സീരിയസ് ആയിട്ട് ഞാൻ ബുദ്ധിപരമായി ഉണ്ടാക്കിയതാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടൊന്നും ആൻസർ വരുന്നത് കേട്ടോ. ചിന്തിച്ചോളൂ. വളരെ കുസൃതി ചോദ്യമായിട്ട് കരുതണം. ഓക്കെ ആരിൽ നിന്ന് തുടങ്ങും? ഗൗതമി തുടങ്ങാം. ഓക്കെ ചോദിക്കട്ടെ? ചോദിച്ചു. വലുതാകുമ്പോൾ പേര് മാറുന്ന കായ. കായ കായ എന്ന് വെച്ചാ ഫ്രൂട്ട്, ഫലം. ഫ്രൂട്ടല്ല, അത് തന്നെ കായ. അറിയത്തില്ലേ? തേങ്ങ. തേങ്ങ. കരിക്ക് തേങ്ങ. ഇനി അടുത്തത് ഗൂഗിളിന് പട്ടി കടിച്ച ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് വിളിക്കും? ഇല്ല പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കറിയാം. ഗൂഗിൾ പേ ആണോ? എത്തുന്നുണ്ട്. ഗൂഗിൾ പേ. ഗൂഗിൾ പേ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇത് ശരിക്കും ഒരു ജനറൽ നോളജ് ആണ്. ശരിക്കും ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ചെടി? രണ്ടും. ചെടിയോ? റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി അറിയാവോ? തുമ്പ. അതെ. ഇതൊക്കെ ബുദ്ധി. എന്താ പഠിച്ചെന്താ? എംടെക്. ഓക്കെ ഇനി അടുത്തത്. വലിച്ചാൽ വലുതാകുന്നത് റബ്ബർ ആണെങ്കിൽ വലിച്ചാൽ ചെറുതാകുന്നത് എന്താ? പറ. സിഗരറ്റ്. ചോദിക്കാൻ പാടില്ല. വലിക്കോ? ഫിലിമിൽ വലിക്കുന്നുണ്ടല്ലേ? ഫിലിമിൽ കണ്ടിരുന്നു. അത് ഫിലിമിലെ ക്യാരക്ടർ വലിക്കുന്നു. അപ്പൊ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് ആര്? പറയേ. നമ്മളൊക്കെ കയറി ഇറങ്ങില്ല. നമ്മള് ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങില്ല. അത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് കുറെ നേരം പായൽ കിടക്കും, പിന്നെ അവസാനം കിടക്കും, അതിന്റെ ഇടയിൽ ഉറങ്ങും. ഇത് ഫുൾ ടൈം മരിക്കുന്നവരെ കയറി ഇറങ്ങും. നാവ്. ടാസ്ക് ഉണ്ട് കേട്ടോ പറയാത്തത്. ക്ലൂവോ? ആശങ്കണ്ടല്ലോ. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാണ് ജനനം മുതൽ കയറി ഇറങ്ങുന്നത്. നമുക്ക് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ചെരുപ്പോ? ചെരുപ്പ് നമ്മൾ ജനിച്ചെടുത്തില്ല. ബുദ്ധിപരമായി അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ? വളരെ ഫണ്ണായിട്ട് ഇത്. പക്ഷെ കുറച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആട്ടോ. മനസ്സിലായില്ല? തട്ടിപ്പോടെ ശ്വാസം. പറയാ. ഇനി അടുത്ത ചോദിക്കട്ടെ. പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ വരുമ്പോൾ എല്ലാരും ഇഷ്ടപ്പെടുന്നത് എന്ത്? പൈസ. പൈസ പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നു, വരുമ്പോ ഇഷ്ടപ്പെടുന്നുണ്ട്. വളരെ നമ്മളെ ഡെയിലി ലൈഫിൽ
കറണ്ട്. ഇനി തീരെ പോയത് ഇല്ല, ചോദിക്കട്ടെ. അടിക്കും തോറും നീളം കുറയുന്നത് എന്ത്? പറ. ആർക്കാ? ചൂല്. ചൂല്. ചൂല്? ചൂല് അല്ല. ഇത് നമുക്ക് വിസിബിളി കാണാൻ പറ്റും. ചൂല് കാണാൻ പറ്റും. ചൂല് ഇപ്പൊ നമ്മൾ അടിക്കുമ്പോ തന്നെ കുറയോ? ഇല്ല. ആഷിക്ക് പറ. അടിക്കും തോറും നീളം കുറയോ? പക്ഷെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, ആരും എന്റെ ലെവലിലോട്ട് വരുന്നില്ല. പറ. അറിയത്തില്ല. ആണി. ഓക്കെ. ഒറ്റ അല്ലേ ആണി? ആ കണ്ടോ, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഒന്നിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ പാത്ത് എന്നൊരു മൂവി കാണണം? എന്ത് മെസ്സേജ് ആണ് ഈ മൂവി നൽകുന്നത്? പാത്തൊരു ഫൺ കപ്പിൾസിന്റെ കഥയും കൂടെ പറയുന്ന ഒരു പടമാണ്. പിന്നെ ജിതിന്റെ പടം മുന്നേ കണ്ടിട്ടുള്ളവർ ഓൾറെഡി ജിതിൻ അറിയാം. ജിതിൻ എന്ന ഫിലിം മേക്കറിന്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഒരു ഫൺ പരിപാടിയാണ്. തിയേറ്ററിൽ നല്ല ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു കാര്യം, അതായത് കേറിക്കോട്ടോ, അതായത് ഈ ജിതിൻ ചേട്ടന്റെ ഒരു അറ്റൻഷൻ പ്ലീസ് എന്നുള്ളൊരു പടം കാണുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സിനകത്തുണ്ട്. അത് കാണണേ. അത് ജസ്റ്റ് ഒരു സിനിമക്കാർക്കാണെങ്കിൽ ഒരു എന്താ പറയുക, അവർക്ക് സ്റ്റഡിക്ക് കൊടുക്കുന്ന ഒരു പരിപാടി എന്ന് ഞാൻ കേട്ടിട്ടുള്ള കാര്യം. ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു ഫുൾ സിനിമ പറഞ്ഞു വന്നൊരു പരിപാടിയാണ്. 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ. അത് കണ്ടിട്ടില്ലേ? മസ്റ്റ് വാച്ച്. എല്ലാരും കാണാം. അറ്റൻഷൻ പ്ലീസ് എന്ന് പറയുന്നത്. അറ്റൻഷൻ പ്ലീസ്, അതുപോലെ ഫ്രീഡം ഫൈറ്റ്, രേഖ. ഇതൊക്കെ ജിതിൻ ചേട്ടന്റെ വർക്ക്. അപ്പം ഭയങ്കര എന്താ ഭയങ്കര ഞാൻ രേഖയിലും ഫ്രീഡം ഫൈറ്റിലും വർക്ക് ചെയ്തു. അപ്പൊ ജിതിന്റെ മൂന്നാമത്തെ പടത്തിലാണ് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പടത്തിൽ നായകൻ. എങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണോ? ഞാൻ കുറെ സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കള, അതേപോലെ അഞ്ചക്കള്ള കോക്കാൻ, ചെറിയ സ്പേസ് ആണ്. ഇതിലാണ് കുറച്ചും കൂടി അതിലാണ് കുറച്ചും കൂടി സ്പേസ് ഉള്ളത്. അപ്പോൾ ഇത് എന്താ പറയാ, കുറച്ച് പുതിയ ആൾക്കാരുടെ സിനിമയാണ്. അപ്പോൾ എന്താണ് ഇതിൽ ഈ ഫിലിമില് പിന്നെ ഈ രേഖയിലും മൂന്നാമത്തെ പടത്തിൽ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ലൈക്ക് ഇല്ല, ജിതിൻ സുഹൃത്താണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ജിതിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ വർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫ്രീഡം ഫൈറ്റിൽ വിളിക്കുന്നത്. ലാസ്റ്റ് സെഗ്മെന്റിൽ പ്രാതുമോ. അങ്ങനെയാണ് ഇപ്പോൾ മൂന്നാമത്തെ വർക്കാണ് ജിതിൻ്റെ. ഗൗതമി ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ ഒരു ജോബ് കളഞ്ഞിട്ടാണ് ഗൗതമി ഫിലിമിലോട്ട് വരുന്നത് അല്ലേ? ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു? ഇല്ല, ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഷോർട്ട് ഫിലിം പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഷ്ടമായതാണ്. അപ്പം തൊട്ട് ഓഡീഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഗൗതമിക്ക് ഫിലിം ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതിൻ്റെ ആദ്യത്തെ വർക്കാണിത്. അപ്പോൾ എനിക്ക് അത്രയും അല്ല, മുന്നേ വർക്ക് ചെയ്തിട്ടില്ലേ? അല്ല, ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ മോശം ഒന്നും ഉണ്ടായിട്ടില്ല. മോശമായിട്ട് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്മൂത്താണ്. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു എന്താണ് അതിൽ നിന്നാ മോശം അനുഭവം ഉണ്ടായിട്ടില്ല? ഓഡിഷൻ കിട്ടാൻ ഞാൻ വിളിച്ച് വേഷം ചോദിക്കുമ്പോൾ തരാറില്ല. അല്ല, വേഷം തരാത്ത അല്ലാതെ വേറെ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്? അല്ല, ഇപ്പഴും എല്ലാവർക്കും ദുരനുഭവം ഉണ്ടാവില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ, പണ്ടല്ലേ അങ്ങനെ? വളരെ കോമൺ അല്ലേ? നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് രണ്ടുപേർക്ക് ഉണ്ടായിട്ടില്ല. ഹാർഡ് വർക്ക് ആണോ ആക്ച്വലി സ്മാർട്ട് വർക്ക് ആണോ ഫിലിമിൽ വേണ്ടത്? അത് രണ്ടും വേണം. ഇപ്പൊ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും വേണ്ടത്ര ചാൻസ് കിട്ടാറില്ല. കുറെയൊക്കെ ടൈമിന്റെ ആണ്, കറക്റ്റ് ടൈമിൽ സ്ഥലത്ത് എത്തുക എന്നുള്ളതാണല്ലോ. നമുക്ക് അല്ല, നമ്മളതൊന്നും പറയാൻ ആളായിട്ടില്ല, നമുക്ക് രക്ഷപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിലാവുമ്പോൾ പറയാം. അല്ല, ഞാൻ അങ്ങനെ റൂഡായിട്ട് പറഞ്ഞല്ലേ, ഞാൻ ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഞാനിപ്പോഴും സ്ട്രഗിൾ വർക്ക് തന്നിട്ട് അത് നമുക്ക് ഏറ്റവും നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റും, നമുക്ക് അടുത്ത വർക്ക് കിട്ടും. അങ്ങനെ ഒരു പരിപാടിയല്ലേ? കിട്ടും. അത് തന്നെ, നമ്മളിപ്പോ ഓരോ വർക്ക് ഇറങ്ങുമ്പോഴും ഇത് കണ്ടിട്ട് വേറെ ഡയറക്ടേഴ്സ് വിളിക്കുന്നുള്ള പ്രതീക്ഷയാണല്ലോ. അപ്പൊ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് കാണണം, അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത്. ഇത് പിന്നെ OTT റിലീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മനോരമ മാക്സും പ്രൈമിലും രണ്ടിലും റിലീസ് ഉണ്ട് അല്ലേ? അതെ. ഇതൊരു പക്ഷെ തിയേറ്ററിലാണ് നമ്മൾ ഇറക്കിയതെങ്കിൽ ഇത് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തുമായിരുന്നു? ഒരു 1 hour 20 minutes ഉള്ള ഫിലിം
കുറച്ചും കൂടെ OTT ആയിരിക്കും ഇത് ഈ സിനിമയ്ക്ക് കംഫർട്ടാന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കാര്യം എല്ലാവരും ഇപ്പൊ പറഞ്ഞ നമുക്ക് ലാലേട്ടന്റെ നല്ല പടം ഇറങ്ങിയ നമ്മളെല്ലാവരും പോയി കാണും. ഇതേപോലെ നല്ല പടങ്ങൾ എത്രയോ വന്ന് പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ നമുക്ക് വേണ്ട അപ്രീസിയേഷനോ ഇത് കിട്ടാറില്ല പലതും. അപ്പം OTT ആകുമ്പോൾ എന്തായാലും കാണും ആൾക്കാർ. പിന്നെ കൂടുതലും വേറെ സ്റ്റേറ്റിലുള്ള ഡയറക്ടേഴ്സ് ഒക്കെ OTT കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എവിടെന്നെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? അതായത് ഒരു ചെറിയ ക്യാരക്ടർ ആയതുകൊണ്ടോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ആദ്യമേ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എന്ത് ചെയ്തുകൂടാന്നുള്ള കാര്യമാണ് ആദ്യമേ പഠിക്കേണ്ടത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ചെറിയൊരു സംഭവം, അതായത് ഒരു സിനിമയ്ക്ക് വിളിച്ച് പോയി. അവിടെ ചെന്നപ്പോഴും ഇതാണ് ആളുടെ ഡയറക്ടറിന്റെ ഫ്രണ്ട്, പ്രൊഡ്യൂസറിന്റെ ഫ്രണ്ട്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തൊക്കെയാണ് പറയുന്നത്. അപ്പം അത് റോങ് അല്ല. നമുക്ക് നമ്മുടെ ടൈം വരും, അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്താണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇപ്പോഴത് തുറന്നു പറയാത്തത് ഒരുപക്ഷെ ചാൻസസ് നഷ്ടപ്പെടും. വരാനുള്ള വരും, അത് കുഴപ്പമൊന്നും ഇതുവരെ വന്നില്ലല്ലോ. എന്താ അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ ഗൗതമി? ഡിസ്കഷനിലാണ്. അല്ല, ഇനി പുതിയ പ്രോജക്ട്സ് എന്താ വരാനുള്ള? അതെ, ഡിസ്കഷനിലാണ്. അതിന്റെ അനൗൺസ് ചെയ്യാൻ അതെനിക്ക് മനസ്സിലായി. എന്താ ഞാൻ എന്റെ പേര് കിട്ടാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. ഒരു പടം ഷൂട്ട് കഴിഞ്ഞു, അത് റിലീസ് ആയിട്ടില്ല. പോസ്റ്റ് ഒക്കെ നടക്കും. ആശിക്കില്ല. ഞാൻ ടിക്കറ്റ് ആക്കലുണ്ട്, പക്ഷെ അത് വലിയ റോളൊന്നുമില്ല, ചെറിയ റോളാണ്. അതിൻ്റെ ഒരു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇനി ഒരു 2-3 ദിവസം കൂടി ഉണ്ട്. ജോമോനെ, ഞാനൊരു വലിയ ഡയറക്ടറിന്റെ കൂടെ ചെറിയൊരു പടം ചെയ്തു. അത് ഒരു 8 മാസത്തെ പ്രോസസ്സായിരുന്നു. അതിന്റെ 2 പ്രിവ്യൂ ഷോ കഴിഞ്ഞു. അത് ഇനി ഏതെങ്കിലും OTT-യിൽ അതൊരു പിച്ച് ചെയ്യുന്നുണ്ട്. അതാണ് കുറച്ച് പ്രതീക്ഷ. നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെങ്ങനെ വിലയിരുത്തുന്നു വലിയ കാര്യം. ഞാൻ എൻ്റെ ഫുള്ള് കൊടുത്തായിരുന്നു. 8 മാസം ഞാൻ അതിനകത്ത് കഷ്ടപ്പെട്ടു. ഡയറക്ടറിന്റെ പേരൊക്കെ പറഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് വിചാരിച്ചു. ഡയറക്ടറിന്റെ പേര് പറഞ്ഞു. അതുകൊണ്ട് അല്ലെങ്കിൽ ടൈം ആവുമ്പോൾ പറയാം. ഓക്കെ. പിന്നെ ഗൗതമി, ഞാൻ ചോദിക്കുന്നത്, ഇൻറ്റിമേറ്റ് സീൻസ് ചെയ്യാൻ തയ്യാറായ ആക്ട്രസിന് കൂടുതൽ ചാൻസസ് കിട്ടാറുണ്ട്. കാരണം ഇപ്പോഴത്തെ ഫിലിം കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് അതൊരു വളരെ ഓർഗാനിക്കായിട്ട് കാഷ്വലായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ്. അപ്പോൾ ഗൗതമി അങ്ങനെ ഇൻറ്റിമേറ്റ് സീൻസ് വരുന്ന ഫിലിംസ് ഓഫർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും? അങ്ങനെ ഇൻറ്റിമേറ്റ് ചെയ്യുന്ന ആക്ട്രസിന് കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ സൂപ്പർ സ്റ്റാർ ഒക്കെ ആരാ, അവർക്ക് അവരാരും ഇൻറ്റിമേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അത് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ട് എനിക്ക് പടം വർക്കാവണം, പടത്തിനത് ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറി കഴിഞ്ഞാൽ അത് വേറെ ആൾ ചെയ്യും. അത് നമ്മൾ കുറച്ച് ഫോറിൻ പടങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ കിസ് ഒന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല, നോർമലാണ്. അല്ല, അത് എത്രമാത്രം ഓക്കെ ആയിരുന്നു ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തോണ്ട്? എനിക്കും അതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗൗതമിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ പടത്തിൽ അത് വേണം എന്നുള്ളതുകൊണ്ട് ചെയ്താൽ, അല്ലാതെ 12 ടേക്കിൽ 12 ടേക്കൊന്നും പോയി. അല്ല, 18 ഇല്ല അങ്ങനല്ല. പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഷൂട്ട്, പെട്ടെന്ന് തന്നെ. ശരിയാ. അല്ല, ഇത് ലിവിങ് ടുഗദർ ആയിട്ടുള്ള 2 കപ്പിൾസ് ആണ്. അപ്പോൾ അത് ഭയങ്കര നോർമലാണ്. അതില്ലെങ്കിൽ എൻഡിൽ കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല അത്രയും വലിയ അങ്ങനെ എൻഡിൽ കല്യാണം കഴിക്കുന്നില്ലേ, ലിവിങ് ടുഗദർ ആയി പോവാണ്. അല്ല, ലിവിങ് ടുഗദർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പാർട്ടാണ് ഈ കഥ. ഇത് OTT റിലീസാണ്. ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും അവൈലബിൾ ആയിരിക്കും. എല്ലാവരും 6th തൊട്ട് തീർച്ചയായും കാണാം. ഈ മൂവിയിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു കോൺസെപ്റ്റാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. മോക്യുമെന്ററി എന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടി തീർച്ചയായും ഈ പടം എല്ലാവരും കാണാം. ആശംസിക്കുന്നു.